ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫെമിസ് വേൾഡ്. അപ്പോൾ ഇന്ന് പെരുന്നാൾ ഡേ ആണ് കേട്ടോ. ജുമ കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിയാസാക്കുൻ്റെ വീട്ടിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ പോയ ഉടനെ തന്നെ എല്ലാ ഫുഡൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. നല്ല ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, അച്ചാറുകൾ, പായസം, സലാഡ്, ഇതൊക്കെ നല്ല ടേസ്റ്റുള്ള ഒന്നും പറയാനില്ല, അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങേണ്ടി വന്നിട്ടോ. കാരണം നമ്മൾ ഇന്ന് അബഹ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1:30 ആകുമ്പോഴേക്കും നമുക്ക് പോകണം. അപ്പോൾ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാഷാല്ലാ, ഇടയ്ക്കിടയ്ക്ക് കടകളിലൊക്കെ നിർത്തി ചായയും സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം പോയത് അറിഞ്ഞില്ല. നല്ല സ്മൂത്തായിട്ടാണ് നമ്മുടെ ഗഫൂർക്ക ദോസ്ത് നമ്മളിവിടെ എത്തിച്ചത്. ചുരമൊക്കെ ഇറങ്ങിയത് ഒന്നും പറയാനില്ല. മാഷാല്ലാ, ഹീ ഈസ് വെരി ഗുഡ് ഡ്രൈവർ. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് 1:30 പുറപ്പെട്ട ഞങ്ങൾ ഏകദേശം ഒരു 1:30 ആയപ്പോഴേക്കും ഞങ്ങളിവിടെ എത്തിട്ടോ. അപ്പോൾ തണ്ണിക്കടവിലുള്ള നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കാണണം. ഫസ്റ്റ് ഡേ നമ്മൾ പോകുന്നത് മാട്ടായി കുഞ്ഞുമാനു കാക്കുൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവർ ഫുഡൊക്കെ റെഡിയാക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തിയിട്ട് നല്ല ഫ്രഷ് മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ റെഡിയാക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. മാഷാല്ലാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അന്ന് റാഹത്തായിട്ട് ഭക്ഷണം കഴിച്ച് മാട്ടായി ഗഫൂർ കാക്കാൻ്റെ വീട്ടിലേക്ക് പോയി. ആ വില്ലയിലാണ് കേട്ടോ ഞങ്ങൾ അന്ന് സ്റ്റേ ചെയ്തത്. അന്ന് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഫ്രഷായി കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാം കേട്ടോ. ഫസ്റ്റ് ഡേ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ ലഞ്ച് ടൈം ആയിരുന്നു കേട്ടോ. അപ്പോൾ നേരെ നമ്മുടെ മാട്ടായി ഗഫൂർക്ക നമ്മളെ കൊണ്ടുപോയത് ഒരു മലയാളി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അബഹ നമുക്ക് വലിയ പരിചയമില്ലാത്തൊരു സിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മളെ ഗൈഡ് പോലെ ഒരു വഴികാട്ടിയായിട്ട് നമ്മുടെ ഗഫൂർക്ക കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു നൈറ്റ് ആയപ്പോഴേക്കും നമ്മൾ അൽസുദ ചുരം കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല തണുപ്പും കോടയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇപ്പോൾ ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു പാകത്തൊരു തണുപ്പേ ഉള്ളൂ. പക്ഷെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും നല്ല മഞ്ഞ് പോലെ കോട വന്നിട്ടോ. നമ്മളടുത്തേക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഇത് വല്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ. ഈ വ്യൂ ശരിക്കും ക്യാമറയിൽ ക്ലിയർ ആയിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഭയങ്കര ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാൻ. കോടയൊക്കെ വന്ന് നല്ല തണുപ്പടിച്ചപ്പോൾ ചൂട് ചായ കുടിക്കാനൊരാഗ്രഹം കേട്ടോ. അപ്പോൾ ചായ വാങ്ങിച്ച് ബത്താത്തീസും വാങ്ങിച്ച് അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് അബഹ സിറ്റി കാണാൻ ഭയങ്കര വ്യൂ ആട്ടോ. നല്ല രസമാണ് ഈ ഒരു സമയത്ത് കാണാൻ വേണ്ടിയിട്ട്. അൽസുദ ചുരമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ഹൈ സിറ്റിയിലൂടെ അങ്ങനെ കറങ്ങാണ് കേട്ടോ. ഇത് ഒരു VIP ആയിട്ടുള്ളൊരു സിറ്റിയാണ്. ഇതിലൂടെ അങ്ങനെ കറങ്ങി കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് പിന്നെ ഞങ്ങൾ അബഹ പാർക്കിലേക്ക് പോവാണ്. നമ്മുടെ നാട്ടുകാരനും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടുമായിട്ടുള്ള വാപ്പും ഗഫൂർക്കൊക്കെ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുമിച്ച് അതിലൂടെ കറങ്ങാന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ആ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല തണുപ്പുള്ള സമയത്ത് വരുമ്പോൾ ഇവിടെയൊക്കെ ഈ മരത്തിൽ നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ അത് കാണുന്ന ലൈറ്റാണ് കേട്ടോ, ബ്ലൂ കളർ ലൈറ്റ്. ഫ്ലവേഴ്സുള്ള സമയത്ത് ഭയങ്കര വ്യൂ ആണ് ഇവിടെ കാണാൻ. നല്ലൊരു പ്രത്യേക സ്റ്റൈൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ സിറ്റികൾക്കും അവിടുത്തെ ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് പറയുന്ന പോലെ നല്ല അടിപൊളിയായിരുന്നു. ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം പാർക്കിലൂടെ ഞങ്ങൾ സംസാരിച്ചൊക്കെ നടന്നു. ഫോട്ടോസ് മെമ്മറീസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. ഇത് നമ്മളെ സ്വന്തം ഗഫൂർക്ക ആൻഡ് ബാപ്പുട്ടി, നമ്മുടെ ഫോട്ടോഗ്രാഫർ. ഇത് നമ്മളെ വാപ്പു, നമ്മുടെ മട്ടായി ഗഫൂർക്ക. ഫോട്ടോസിൻ്റെ 5-6 ചിരിയും കളി തന്നെയായിരുന്നു ഗൈസ്. രക്ഷയില്ലാത്ത ഫോട്ടോസാണ് എടുക്കുന്നത്.
നമ്മളെ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഗഫൂർക്ക ആയിരുന്നു കേട്ടോ. ഗഫൂർക്ക ഒരുപാട് ഫോട്ടോസ് നമുക്ക് എടുത്തു തന്നു, ഫോട്ടോസും വീഡിയോസൊക്കെ. നമ്മുടെ അബഹ ട്രിപ്പ് മുതലായത് ഫോട്ടോസും കുറേ മെമ്മറീസുമാണ്. താങ്ക് യു സോ മച്ച് ഗഫൂർക്ക. നമ്മൾ നേരെ പോകുന്നത് വാപ്പുവിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. വാപ്പുവിൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട്, അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ, നമുക്ക് പോവാം. അപ്പോൾ ദാ ഗായ്സ്, നമ്മളെ നാട്ടുകാരൻ വാപ്പുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് അവൻ്റെ ട്രീറ്റാണ്. നമ്മളെ നാട്ടുകാരൊക്കെ നമ്മൾ സ്നേഹിച്ചങ്ങോട്ട് കൊല്ലാണ് ഗൈസ്. അപ്പോൾ ദാ നല്ല ബുഹാരി റൈസും തന്തൂരി ചിക്കനൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. കുറേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് റാഹത്തായിട്ട് അന്ന് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ വീണ്ടും വില്ലയിലേക്ക് പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. ഇതാ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളിന്ന് അബഹ വിടുകയാണ് ഗൈസ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഉച്ചയോട് കൂടി. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. കുളിച്ച് റെഡി ആവുക, ഫോട്ടോസ് എടുക്കുക, കാഴ്ചകൾ കാണാൻ പോകുക, ഇതന്നെയായിരുന്നു. അപ്പോൾ ദ ഗായ്സ്, നമ്മൾ കമ്മീഷ് മുഷയത്തിലുള്ള അൽബസ്മ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുരുങ്ങാമുണ്ടയിലെ മാട്ടായി ഫാമിലിയുടേതാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. കോഫിയാണ് മെയിൻ. നമ്മുടെ കടവിൻ്റെ സ്വന്തം ടൊമാറ്റോ പേസ്റ്റ്. ഈ സെക്ഷൻ ഫുള്ളാണ് അല്ലേ? അൽബസ്മ മാർക്കറ്റിലെ മാനേജർ നമുക്ക് നെസ്കോഫിയൊക്കെ കൊണ്ടു തന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുടിച്ചുകൊണ്ട് മാർക്കറ്റിൻ്റെ ഓരോ സെക്ഷനും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാഷാ അല്ലാ. ഇനി നമുക്ക് അൽബസ്മ മാർക്കറ്റിലെ ബേക്കറി സെക്ഷനിലേക്കൊന്ന് പോയി നോക്കാം. ഇതാണ് ഇവിടുത്തെ ബേക്കറി സെക്ഷൻ. ഇവിടെ സെയിൽ ചെയ്യുന്ന എല്ലാ ബേക്കറികളും കുബൂസൊക്കെ ഇവിടെ മേക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കുബൂസ് മേക്ക് ചെയ്യുന്നത് കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് പോയി. കുബൂസ് നമ്മളിങ്ങനെ പാക്കറ്റിൽ കൊടുന്ന് കഴിച്ച് യൂസ് ചെയ്തു എന്നല്ലാതെ ഈ ഒരു സംഭവം ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ പ്രൊഡക്റ്റാണ് കേട്ടോ. തണ്ണിക്കടവ് സ്ഥലത്തുള്ള എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റിയ ഒരു സർപ്രൈസ് ഞാനിവിടെ കാണിക്കാം കേട്ടോ. വാ, നമ്മുടെ സ്വന്തം തണ്ണിക്കടവിൻ്റെ പേരിൻ്റെ ഷോർട്ടായിട്ട് കടവ് എന്ന പേരിൽ തുടങ്ങിയിട്ടുള്ള ബ്രാൻഡാണ്. അത് സൗദി അറേബ്യയിൽ പുട്ടുപൊടി, മസാലപ്പൊടികൾ, അച്ചാറുകൾ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നമ്മുടെ കടവ് എന്ന ബ്രാൻഡിന് പ്രത്യേക ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. മാഷാ അല്ലാ, ഇത്രയും പെട്ടെന്ന് സൗദി അറേബ്യയിലെ എല്ലാ ഷോറൂമുകളിലും ഇതെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരോടും യാത്ര ചോദിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. പിന്നെ നമ്മൾ പോയത് ലഞ്ച് കഴിക്കാനാണ്. ഇന്നത്തെ ലഞ്ച് നമുക്ക് മജീദാക്കുവിൻ്റെ വകയാണ് കേട്ടോ. നമ്മുടെ അയൽവാസിയും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ആയിട്ടുള്ള നമ്മുടെ മജീദ് കാക്കുവിൻ്റെ വകയാണ് ഇന്നത്തെ ട്രീറ്റ്. മജീദ് കാക്കു വന്നപ്പോൾ തുടങ്ങിയവരെല്ലാവരും കൂടെ ഭയങ്കര തള്ളലാട്ടോ, തള്ളി മറിക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഞാൻ പിന്നെ നമ്മുടെ അൽബസ്മ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നെസ്കോഫി കുടിച്ച കാരണം എനിക്ക് വിശപ്പില്ലായിരുന്നു. എൻ്റെ വിശപ്പൊക്കെ പോയി. അപ്പോൾ എനിക്ക് ബീഫ് ബിരിയാണി പാർസലാക്കി തന്നു കേട്ടോ മജീദ് കാക്കു. എന്തായാലും നമ്മുടെ നാട്ടുകാരുടെ സ്നേഹം മാഷാ അല്ലാ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും രാഷ്ട്രീയ ചർച്ചയിലാണ് കേട്ടോ അവർ. ഭയങ്കര തള്ളി മറിക്കലാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര ചോദിച്ച് നമ്മളിനി ജിദ്ദയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പാർക്ക് കണ്ടപ്പോൾ പാർക്കിലിറങ്ങി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ജിദ്ദയിലേക്ക് ഇട്ടു. പെരുന്നാൾ ദിവസം മുതൽ 3 ദിവസം മാഷാ അല്ലാ നമ്മൾ അബഹയിലായിരുന്നു കേട്ടോ. നമ്മളെ നാട്ടുകാർ മാഷാ അല്ലാ ഒരു കുറവും വരുത്താതെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തു. ഒരിക്കലും മറക്കാനാവാത്തൊരു പെരുന്നാളായിരുന്നു നമുക്കിത്. മാട്ടായി ഗഫൂർ കാക്കുവിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ കേട്ടോ ഈ ഒരു അവസരത്തിൽ. കാരണം 3 ദിവസം നമ്മൾ താമസിച്ചത് ഗഫൂർ ഖാൻ്റെ വില്ലയിലായിരുന്നു. ശരിക്കും ഈ 3 ദിവസം കഴിഞ്ഞു പോയത് തന്നെ നമ്മൾ അറിഞ്ഞില്ല. ഭയങ്കര രസമായിരുന്നു. ഗഫൂർ ഖാൻ ഞങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ വരുന്നത് വരെ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാത്തിനും. മാഷാ അല്ലാ, വെരി താങ്ക് യു സോ മച്ച്. അങ്ങനെ ഞങ്ങൾ മഹായിൽ ചുരം വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ദർബ് വഴിയാണ് വന്നത്. രാത്രിയായിരുന്നു, അതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അങ്ങോട്ട് പോയപ്പോൾ പകലായതുകൊണ്ട് നമ്മളെല്ലാം ആസ്വദിച്ച് പോവുകയാണ്. ചായ സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നിർത്തും കേട്ടോ.
അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ പോകണ വഴിക്ക് മാംഗോ ഉണ്ട് കേട്ടോ, ഫ്രഷ് മാംഗോ ആണ്. ഡയറക്റ്റായിട്ട് തന്നെ തോട്ടത്തിൽ നിന്ന് പറിച്ച് ഇവിടെ സെയിലാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മണം സഹിക്ക വയ്യാതെ കൊതി മൂത്തി ഞങ്ങൾ വാങ്ങി ഗൈസ്. നന്നായിട്ട് കഴുകി ഫ്രഷായിട്ട് അവിടെ നിന്ന് തന്നെ, അവിടെ കത്തിയൊക്കെ ഉണ്ടായിരുന്നു, കത്തി കൊണ്ട് കട്ട് ചെയ്ത് അവിടെ നിന്ന് തന്നെ കഴിക്കുകയാണ് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഫ്രഷ് മാങ്ങ ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. അപ്പം മാങ്ങയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. 3-4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നൈറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അൽബേക്കിൽ കയറിട്ടോ. സ്പൈസി അൽബേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിച്ച് ഞങ്ങൾ നേരെ ജിദ്ദയിലേക്ക് വിട്ടു. വീണ്ടും ഒരു 3-4 മണിക്കൂറിന് ശേഷം നമ്മൾ റൂമിലെത്തി. അൽഹംദുലില്ലാ നമ്മളെ സേഫായിട്ട് തന്നെ നമ്മുടെ ഗഫൂർക്ക ദോസ്ത് അവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ അബഹ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.